എടാ, അതായത് ഒരു പാട്ടും ഒരു ഒറ്റ മരവും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമുക്കെല്ലാവർക്കും ഈ ഒരു ഡിപ്രഷൻ ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലൈഫിൽ. അത്ര ഒരു ഡിപ്രഷൻ ഫേസിൽ ഞാൻ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി എൻ്റെ മുമ്പിൽ ഇനി ജീവിതം ഇല്ല. ഞാനൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന സ്ഥലം വരെ എത്തുമോ എന്നുള്ള ധൈര്യം എനിക്കില്ല. ഭയങ്കരമായ പേടി. എൻ്റെ കയ്യിൽ മൾട്ടിമീഡിയ ഫോണില്ല. എനിക്ക് പിന്നെ ഒരു സൂപ്പറായിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്ന ഹെഡ്സെറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം ബസ്സിലൂടെ യാത്ര ചെയ്യുവാണ്. ബസ്സിലെ സീറ്റിൽ ഞാൻ ഉരുകുക. ഓരോ നിമിഷവും ഞാൻ അവിടം വരെ എത്തുമോ നിരന്തരം എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അങ്ങനെ ആ ദിവസം പോകുമ്പോൾ നല്ല മഴയുള്ള സമയമാണത്. ആ മഴയത്ത് ഞാൻ ഈ ഷട്ടർ പൊക്കിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സാധാരണ 2000 രൂപയുടെ ഫോണായിരിക്കണേ. അതിൽ പാട്ടിന്റെ മെമ്മറി കാർഡ് ഇട്ട പാട്ട് കേൾക്കാം. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സമയത്ത് ഇതിലെ പാട്ട് ഓണാക്കി വെച്ചിട്ട് മഴ പെയ്ത് നനഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഈ ഷട്ടർ ഞാൻ പൊക്കി പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൂരെ ഒരു ഒറ്റമരം. ആ ഒറ്റമരം നല്ല ഇലയോടുകൂടി ഇങ്ങനെ നിൽക്കുക. ഈ മഴയും ഞാൻ വെച്ചപ്പോഴത്തേക്ക് ഒരു പാട്ട് വന്ന്. ഏതാ പാട്ടെന്നറിയോ? പാട്ട് ഇളയരാജയുടെ ഭയങ്കര ഫേമസ് പാട്ടാണ്. ആ പാട്ട് തുടക്കം എന്തോ ആയിക്കോട്ടെ, ഞാൻ കേൾക്കുന്ന ഫ്രേസ് ഞാൻ അതുവരെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഷട്ടർ തുറന്ന് മരത്തെ നോക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ട് അടടാ നാനം മീനെ പോലെ തരനാ താനനാ. ഈ ഒരു ഭാഗമാണ് ഞാൻ കേൾക്കുന്നത്. എടാ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു അത്രയും പേടിച്ച് നെഞ്ചിടിച്ച് ഞാൻ എത്തുമെന്ന് ഉറപ്പില്ലാതെ വന്ന ഞാൻ ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മറന്നുപോയി കാര്യങ്ങളെല്ലാം. എന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ആ മരം ഞാനാന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഓരോ നിമിഷവും ആ മ്യൂസിക് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. എന്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ ചോദിച്ചു, എന്താടാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു പാട്ട് കേട്ട് കരഞ്ഞ ചേട്ടാ എന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്റെ തോളെ തട്ടിട്ട് പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഓരോ ദിവസവും അതിനുശേഷം ഞാൻ പഠിക്കാൻ പോകുന്നതാണ്. ആ 2 വർഷം ഞാൻ അതുപോലെ യാത്ര ചെയ്യും. ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഈ പാട്ട് വെക്കും. ഈ ഷട്ടർ നോക്കി ആ മരത്തെ ഞാൻ നോക്കി ഈ പാട്ട് വെച്ചോണ്ടിരിക്കും. ഓരോ ദിവസം ഞാനാണ് ആ മരം. ഓരോ ദിവസം അതിലെ ഇല കൊഴിഞ്ഞോണ്ടേയിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മഴ മാറി, കാർമേഘങ്ങൾ പോയി, ഇലകളെല്ലാം കൊഴിഞ്ഞു. ഒരില പോലും ഇല്ലാത്ത മരമായി മാറിയത്. അതിന്റെ ചുറ്റും പച്ചപ്പേ ഇല്ല, തരിശു ഭൂമിയായി. ആ മരം മരിച്ചെന്ന് ഓർത്ത് ഞാൻ. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ആ കുഴപ്പമില്ല, നിന്നെ പോലെ തന്നെയാണ് ആ മരവും. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ എല്ലാ ദിവസവും ആ മരത്തെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നെയും മഴ തുടങ്ങി. അടുത്ത സീസൺ ആയപ്പോഴത്തേക്കും മഴ തുടങ്ങി. അപ്പോഴും ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയാ. അവിടെ നിന്ന് ആ മരം കാണുമ്പോഴത്തേക്കും ഞാൻ ഈ പാട്ട് വെക്കുന്നു. ഈ ഒരു വിഷ്വൽ സെൻസിങ് എന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കുക. ഇതെല്ലാം നടക്കും. പക്ഷെ എന്റെ ജീവിതം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ മരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പുതിയ ഇല വരാൻ തുടങ്ങി. അടുത്ത ഇല, 2 ഇല, 3 ഇല. ഓരോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മരം പഴയതിനേക്കാൾ ശക്തമായി. പാട്ട് പഴയതിനേക്കാൾ ശക്തമായിട്ട് എന്റെ ഉള്ളിൽ കയറി. ഞാൻ പക്ഷെ എന്റെ പേടി ദിവസങ്ങൾക്കുള്ളിൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇവിടം വരെ എത്തുമോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീണു പോവോ? ആ പേടി മാറി. വീണാലും നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് നിങ്ങൾ കാലുറപ്പിച്ച് നിന്നാ, ആ മരം പോലെ നിന്നാ, ഈ മഴ വരും. വെയില് മാറിയാൽ അടുത്ത മഴ വരും എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. ഞാനപ്പോ എപ്പോഴും എന്റെ ജീവിതത്തിൽ ആലോചിക്കും, ദൈവം ഈ മരവും ഈ ഒരു പാട്ടും ആ ഒരു യാത്രയും ചെയ്യാതെ ഞാൻ വീട്ടിൽ പേടിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നോ? എന്റെ മുറിക്കകത്ത് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നോ? എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും, നമുക്ക് ജീവിതത്തിൽ ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ, നിങ്ങൾക്കൊരു സൈക്കിൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതം ആ സൈക്കിൾ ആണെങ്കിൽ നിങ്ങളെ ചവിട്ടിയേ പറ്റൂ. എത്ര വേദനയാണെങ്കിലും അത് ചവിട്ടിയാൽ മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ. ആ ചവിട്ട് നിർത്താനും പാടില്ല നിങ്ങൾ. എന്ന് പറയുന്ന പോലെ ജീവിതം വളരെ അത്ഭുതകരമായിട്ടൊന്നാണ്. എത്ര നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പോലും, നീ ഒന്ന് ആലോചിക്കണം, ആ സ്ഥലത്ത് ഒരു മരം പോലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചൂടെ? എല്ലാ മരവും നശിച്ചു പോയിട്ട് ഒരു സ്ഥലം, ആകെ ഒരു മരം നിൽക്കുന്നു, അത് തന്നെ ഇലയും പോകുന്നു, എത്തിച്ചാൽ തീർന്നില്ലേ? ആ പാട്ടിന്റെ ബാക്കി എല്ലാ ഭാഗവും ചിലപ്പോൾ മോശമായിരിക്കും, പക്ഷെ അതിലെ ആ ഒരു ഭാഗമല്ലേ നമ്മളെ ബാധിച്ചത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടൊരു പർപ്പസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അന്ന് മനസ്സിലായി. ആ പ്രായത്തിൽ നമുക്കത് കിട്ടി. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു ജീവിതത്തിലൊരു അനുഭവമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അതൊന്നും കുഴപ്പമില്ലടാന്ന് പറഞ്ഞ് ഒരു പരിചയം പോലും ഇല്ലാത്ത ആ 2 തട്ട് തോളി തന്ന ചേട്ടന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അയാൾ പറഞ്ഞ ആ വാക്കിന് എത്ര ശക്തിയുണ്ട്. ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പറഞ്ഞ 2 വാക്ക് എന്റെ ജീവിതത്തിൽ ഉപകാരം വന്നതുണ്ടോ? അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ബാധിക്കുന്നതും
നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതും എന്താണെന്നുള്ളത്. അന്ന് തൊട്ടൊരു കാര്യം ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ ഒരു കടല കഴിക്കാൻ കിട്ടിയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മിഠായി മേടിച്ചു തന്നാലോ, ഒരു നല്ല ഊണ് കഴിക്കാൻ പറ്റിയ, ഏതെങ്കിലും നല്ലൊരു സിനിമ കാണാൻ പറ്റിയ, ഒരു നല്ല പാട്ട് കേൾക്കാൻ പറ്റിയ, നമുക്ക് പരിചയമുള്ള ഒരാളെ പോയി കണ്ട് സംസാരിച്ചാൽ, ഇതിലൊക്കെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 60-70% നമ്മുടെ പ്രശ്നമൊക്കെ മാറൂടാ. ബാക്കി നമ്മൾ പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കിയാൽ മതി. വലിയ കോടീശ്വരനൊന്നും ആയില്ലെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ പറ്റും നമുക്ക്. കുഴപ്പമൊന്നുമില്ല. സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സങ്കടങ്ങൾ വരും, കാരണം സങ്കടം മാറ്റി വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എങ്കിലും ഈ ഒരു വീക്ഷണം, ഈ ഒരു പെർസ്പെക്റ്റീവ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഇതൊരു രസത്തിനടുത്ത് ഷെയർ ചെയ്തെന്നുള്ളൂ. പക്ഷെ ഇതൊരു അനുഭവമാണ് സത്യമായിട്ടുള്ള.